പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മള് ഒരു വീക്ക്ലിംഗ് ആയിരിക്കുമ്പോൾ മാത്രമല്ല ആക്ടിങ് അല്ല, അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ഒറ്റ സുഹൃത്തല്ലേ അനുമോള് ബിഗ് ബോസിലെ, എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? ഞങ്ങൾ വിചാരിച്ചു ഇത്ര നേരം എന്തുകൊണ്ട് ഈ ചോദ്യം വന്നില്ല എന്നുള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് ടൈം കിട്ടുന്ന പോലെ കാണാറുള്ളൂ. നന്നായിട്ടുണ്ട്. ഒന്നും പറയാത്ത അല്ല പിന്നെ ഓൾവേസ് ഫീൽ സപ്പോർട്ട് അനുമോൾ. കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിയായിട്ടാണ് അതെന്താന്ന് വെച്ചാല് അനുമോള് ബേസിക്കലി വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷമായാലും കരച്ചിലാണെങ്കിലും രോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും വാശിയാണെങ്കിലും എല്ലാം ആയിട്ട് വരുന്നതാണ്. പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മള് ഒരു വീക്ക്ലിംഗ് ആയിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ തളർന്നിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കരയുന്നത്. നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയും, രോഷം വന്നാൽ കരയും, അല്ലേ? അങ്ങനെ കരയുന്നതാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതെ, ഞങ്ങളുടെ റിയൽ ആയിട്ടുള്ള അനുമോളെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആക്ടിങ് അല്ല, സപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവൾ വെന്റ് ഔട്ട് ചെയ്യുന്നത് കരച്ചിലൂടെ ആയിരിക്കും. That doesn't mean that she's a weak contestant. ഒരിക്കലും അല്ല. നമുക്കറിയാലോ സ്റ്റാർ മാജിക്കിലൊക്കെ വളരെ വാശിയോടെ ഗെയിം കളിക്കുന്ന ഒരാളാണ് അനുമോള്. അനുമോളുടെ സ്പിരിറ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഷോയിൽ അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇങ്ങനെ റിപ്പീറ്റഡ്ലി അദ്ദേഹം സംസാരിക്കുന്ന കുറെ ക്ലിപ്പിംഗ്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. അദ്ദേഹം പണ്ടൊരു DJ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. രേണു ചേച്ചിനെ ക്വൈറ്റ് ഗുഡ്. ഏതാ റീസെന്റ് ആയിട്ട് എന്താ ഞാൻ കണ്ടില്ല, പക്ഷേ അവരൊരു സോളിറ്റ്യൂഡ് അനുഭവിക്കുമല്ലേ അവിടെ. അങ്ങനെ എന്റർടൈൻമെന്റിന് വേണ്ടി പറഞ്ഞതായിരിക്കും അല്ലേ, അറിയില്ല. നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു? കോള് വന്നിട്ടുണ്ട് മുമ്പ്. അപ്പൊ ഞാൻ ഏഷ്യാനെറ്റിൽ സീരിയൽ ചെയ്യുന്നതുകൊണ്ട് പോയില്ല. ഏഷ്യാനെറ്റ് തന്നെ വിളിച്ചു, എന്നിട്ട് അവർ തന്നെ പറഞ്ഞു വേണ്ട. കോള് വന്നിട്ടുണ്ട്. അതെ, നമുക്ക് ഓരോ സമയവും നമുക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുകയാണ്. നമ്മൾ സൈമൾട്ടേനിയസ്ലി ഫ്ലവേഴ്സിലും അമൃതയിലൊക്കെ ഷോസ് ചെയ്തിരുന്നു, മൂവീസ് കാണും. ചില പ്രോജക്ട്സ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് പിന്നീടത്തേക്കായിരിക്കും നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷന് കാര്യങ്ങൾ ഷൂട്ടൊക്കെ വെച്ചു. അപ്പം നമുക്ക് ഇങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഇതിപ്പം നമ്മളൊരു 3 മാസം എന്തായാലും അതിനകത്ത് അത് കഴിഞ്ഞുകൊണ്ട് അഗ്രിമെന്റ്സ് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പുതിയ പടം മധുരം ജീവാമൃത ബിന്ദു ആന്തോളജിയാണ്. സൈനാപ്ലേ ആയിരിക്കും ഏറെക്കുറെ അത് റിലീസ് ചെയ്യുന്നത്. ധ്യാൻ ചേട്ടൻ്റെ ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ് ഇട്ടിരുന്ന പേര്, മാറ്റമൊന്നും അറിയില്ല. പിന്നെ അജു വർഗീസേട്ടൻ്റെ അമൂസ് അലക്സാണ്ടർ, അങ്ങനെ കുറച്ച് പടങ്ങൾ. സീരിയൽ വിശേഷം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം ഷൂട്ട് എല്ലാം കഴിഞ്ഞു. ഓണം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. എനിക്ക് ഇനി ഒരു ഓണം ഷൂട്ടും കൂടി ഉണ്ട്. അതെ ഏറെക്കുറയും കഴിഞ്ഞു. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഷേർ ചേച്ചിയല്ലേ, വളരെ സന്തോഷമുണ്ട്. കാരണം ശിവ ചേച്ചി ഇസ് ലൈക്ക് ഫാമിലി. ഞങ്ങളിപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൽ ചേച്ചി ഞങ്ങളുടെ ഒരു സാരഥിയാണ്. എടുക്കണം. അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഇത്ര നമ്പർ ഓഫ് സിനിമകൾ ചെയ്യണം, അപ്പോൾ എലിജിബിൾ ആണ്. നമുക്ക് മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ അർപ്പിച്ച് എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കേണ്ടതാണ്. താങ്ക് യു. പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം അങ്ങനെയൊക്കെയാണ്. സദ്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല. വിൽ ട്രൈ. ഓക്കെ.